സൗത്ത് വിഷൻ സംഘടിപ്പിച്ചിട്ടുള്ള ബോധവൽക്കരണ ക്യാമ്പയിൻ അഞ്ചാലുമൂട്ടിൽ നടത്തി. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന പേരിലാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ചെറുകിട വ്യാപാര മേഖലയിലെ പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ടാണ് ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. ഓൺലൈൻ പർച്ചേസും ചെയിൻ ഷോപ്പുകളും സാധാരണ കച്ചവട മേഖലകളെ പ്രതിസന്ധിയിലേക്ക് നയിക്കുന്ന സാഹചര്യത്തിലാണ് ചെറുകിട വ്യാപാരികൾ നേരിടുന്ന പ്രതിസന്ധികളുമായി ബന്ധപ്പെട്ട സൗത്ത് വിഷൻ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചിട്ടുള്ളത്. നമ്മുടെ സമ്പത്ത് നമ്മുടെ നാടിന് എന്ന സന്ദേശം ഉയർത്തിയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. അഞ്ചാലുമൂട്ടിലും ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. വ്യാപാരി വ്യവസായി സമിതി അഞ്ചാലുമൂട് ഏരിയ സെക്രട്ടറി ജയചന്ദ്രൻ, പ്രസിഡന്റ് എം ഹുസൈൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് രാമചന്ദ്രൻ പിള്ള, ജനറൽ സെക്രട്ടറി ഷിഹാസ്, ദേശീയ അത്ലറ്റ് AK ബാലൻ തുടങ്ങിയവർ അഞ്ചാലുമൂട്ടിൽ നടത്തിയ ക്യാമ്പയിനിൽ പങ്കെടുത്തു. വ്യാപാരി സമൂഹത്തിന്റെ ആകെ ഏകോപന സമിതിയെന്നോ വ്യാപാരി സമിതിയെന്നോ മാത്രമല്ല, വ്യാപാരിയുടെ വിഭാഗത്തിലുള്ള എല്ലാവരുടെയും പിന്തുണ നിങ്ങൾക്കുണ്ടായിരിക്കും. പിന്നെ ഈ നാട്ടിലെ പൈസ നമ്മുടെ നാട്ടിൽ തന്നെ ഇപ്പോൾ അഞ്ചാലുമൂട്ടിലെ എൻ്റെ സുഹൃത്തായ ഹുസൈൻ്റെ കടയിൽ നിന്ന് മലക്കറി സാധനം മേടിക്കുന്ന ഒരാൾ ഹുസൈൻ ആ കിട്ടുന്ന പൈസ കൊണ്ട് അടുത്ത കട ഗോപാലകൃഷ്ണൻ്റെ കടയിൽ കൊണ്ട് കൊടുത്ത് ഒരു നാരങ്ങ വെള്ളം കുടിക്കും. അവിടെ നിന്ന് മേടിച്ച് നമ്മുടെ ആശിലിയുടെ കടയിൽ പോയി ഒരു നോട്ട് ബുക്ക് മേടിക്കും. ഈ പൈസ ഇവിടെ കിടന്ന് കറങ്ങുമായിരുന്നു. ഇപ്പോൾ ഈ ഓൺലൈൻ വ്യാപാരം വന്ന സ്ഥിതിക്ക് നമ്മുടെ പൈസ അഞ്ചാലുമൂട്ടിനും നിന്നും കൊല്ലത്തുനിന്ന് കേരളത്തിൽ ഇങ്ങനെ വെളിയിലോട്ടും പോകും. അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യക്ക് വെളിയിലും പോകുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഈ സ്ഥിതി ഇപ്പം ഈ വ്യവസ്ഥകൾ മാറുമെന്ന് അറിയാൻ പറ്റത്തില്ല. ഒപ്പം തന്നെ ഇപ്പം നമ്മുടെ മാളുകൾ, ഈ നാട്ടിൻ പുറങ്ങളിലോട്ട് എങ്ങനെ മാളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ നമ്മുടെ ലുലു മാള് ഇതിനു മുമ്പ് കൊച്ചിയിലും ഒക്കെ ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നമ്മുടെ കൊട്ടിയത്ത് വന്നു. ഇതിപ്പോൾ അറിയാൻ പറ്റുന്ന ഒരു നാട്ടിൻപുറമായിട്ടുള്ള പത്തനാപുരത്തോട്ട് വരാൻ പോയാണ്. അത് ചെറുകിട വ്യാപാരികൾ അവർ കടമുറിക്ക് വാടക കൊടുത്ത്, ജോലിക്കാരന് കാശ് കൊടുത്ത്, കറണ്ട് ചാർജ് 3 രൂപ ഉള്ളത് കച്ചവടക്കാരന് 8 രൂപ അടച്ച് അവരുടെ കുടുംബങ്ങൾ, അവരെ തീർച്ച പറ്റുന്ന ആയിരക്കണക്കിന് ചെറുകിട വ്യാപാരികളുണ്ട്. അവരെയൊക്കെ അവരെയൊക്കെ നിഷ്ഠൂരമാക്കിക്കൊണ്ട് ഓൺലൈൻ വ്യാപാരം അവർക്ക് യാതൊരു നിയന്ത്രണവും സർക്കാർ കൊടുക്കുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന ചെറുകിട വ്യാപാരികൾ ഇന്ന് നിർധനരായി വായിക്ക് നോക്കിയിരിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. നമ്മുടെ ഈ പ്രദേശം, അല്ലെങ്കിൽ നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രദേശം എന്ന് പറയുന്നത് അഞ്ചാലുമൂട് പ്രദേശം മുൻകാലങ്ങളിൽ ചെറുകിട വ്യവസായം വളരെയധികം, അതായത് കയർ മേഖലയുടെ ഈറ്റില്ലമായിരുന്നു ഈ അഞ്ചാലുമൂട് പ്രദേശം. ഇന്ന് ആ ഒരു നമുക്കെല്ലാവർക്കും അറിയാം, കയർ മേഖല നമ്മുടെ പ്രദേശത്തു നിന്നും അന്യായപ്പെട്ടു പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ചെറുകിട വ്യവസായങ്ങളെല്ലാം തന്നെയും തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഓൺലൈൻ വ്യാപാരം വേണ്ട എന്നല്ല പറയുന്നത്, വേണം. പക്ഷേ അതിനൊരു നിയമം നടപ്പിലാക്കി ഞങ്ങളുടെ ചെറുകിട വ്യവസായികളെയും വ്യാപാരികളെയും സഹായിക്കണമെന്ന് ഈ അവസരത്തിൽ ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നമ്മുടെ ഈ നാട്ടിലെ ജനങ്ങൾ കൂടുതലും ഇപ്പോൾ ഈ ഓൺലൈൻ വഴി ഉള്ള വ്യാപാരമാണ് നടത്തുന്നത്. ആ സമയത്ത് ഇവിടെ ചെറുകിട വ്യാപാരികളെയും സംബന്ധിച്ചിടത്ത് അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ ഇവിടെ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ ഈ സാധനങ്ങൾ വിറ്റഴിക്കുന്ന പൈസ ഇവിടെ തന്നെ ചെലവാക്കാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ഓൺലൈൻ വഴി പോകുന്ന വ്യാപാരം വിറ്റഴിക്കുന്ന സമ്പത്ത് ഇത് മറ്റ് വിദേശ രാജ്യങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സമൂഹത്തിൻ്റെ വിവിധ തുറകളിലുള്ളവരും ക്യാമ്പയിൻ്റെ ഭാഗമാകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊല്ലം.